നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ വീഡിയോ അതായത് 21/5/2026 വ്യാഴാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില ഇടിഞ്ഞു താഴുകയാണ്. അതേസമയം സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 45 രൂപ, ഒരു പവൻ്റെ മുകളിൽ 360 രൂപയാണ് കൂടിയത്. 22 ക്യാരറ്റ് രൂപ 14,660, ഒരു പവൻ 1,17,280. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,993, ഒരു പവൻ 1,27,944. അതുപോലെ 18 ക്യാരറ്റ് 11,995, ഒരു പവൻ 95,960. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 256, RSS 5 കിലോ 253, ISN 209, ലാറ്റക്സ് 60% DRC 161.70. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 256, RSS 5 കിലോ 253. ഇതാണ് കൊച്ചി വില. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 255, RSS 5 കിലോ 242. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 278.38, RSS 5 കിലോ 277.93. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. റബ്ബർ വില രാവിലെയായിട്ട് നോക്കുമ്പോൾ 2 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. എന്തായാലും കർഷകർ ടാപ്പിംഗ് തുടങ്ങിയതോടുകൂടി ഷീറ്റ് ആയതിനും വളരെ പ്രതീക്ഷയോടെ വെട്ടിത്തുടങ്ങിയപ്പോഴാണ് വീണ്ടും വില ഇടിയുന്നത്. എന്തായാലും 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFിലെ ഒരു ഭ്രമ മന്ത്രിയായ KM ഷാജി വണ്ടിയുടെ നമ്പർ 13-ാം നമ്പർ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന 9-ാം നമ്പർ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. മുമ്പ് VSൻ്റെ കാലത്ത് 13-ാം നമ്പർ ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴത്തെ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി ആണ്. അന്നും 13 ചോദിച്ചു വാങ്ങിയതാണ് സഹാവ് MA ബേബി. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. കാരക്കരി UDF സ്ഥാനാർത്ഥിയായിരുന്ന ഐഷ പോറ്റിയെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് DCC കൊല്ലം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ചയുണ്ടായി. സ്ഥാനാർത്ഥിയുടെ പര്യടന ദിവസം അപ്രധാന അജണ്ടകളുമായി പഞ്ചായത്ത് കമ്മിറ്റി നടത്തി. ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് എബ്രഹാമിനെതിരെ കടുത്ത നടപടിക്ക് ആണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം KN ബാലഗോപാലുമായി ചർച്ച നടത്തിയതിനാണ് നടപടിയെടുക്കാൻ തീരുമാനമായത്. പരാജയത്തിന് കൂട്ടുനിന്നവരെക്കുറിച്ച് ഊമക്കത്തുകൾ ലഭിക്കുന്നെന്ന് ഐഷ പോറ്റി പ്രതികരിച്ചു. കത്തിൽ പറഞ്ഞിരിക്കുന്നവരെ തനിക്ക് അറിയില്ലെന്നും ബോധപൂർവം പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ഐഷ പോറ്റി ആവശ്യപ്പെട്ടു. ഏരിയ ഭൂരിപക്ഷത്തിനാണ്, അതായത് 1012 വോട്ടുകൾക്കാണ് ധനമന്ത്രിയും കൊട്ടാരക്കര MLAയുമായ ധനമന്ത്രി വിജയിച്ചത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.